ഹലോ നമസ്കാരം. അപ്പോൾ രാവിലെ നല്ലൊരു മഴ കേട്ടോ. മഴ മാത്രമല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇപ്പം മഞ്ഞ് കുറച്ച് മാറി. ഇപ്പം ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിന്ന് ഇതും കൊണ്ടൊരു തോരൻ വെക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് അങ്ങനെ ചൊറിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടാണ്. ഇത് ചെടിയോ ചേമ്പ് തന്നെയാണ്. പക്ഷേ ഇതിന് നല്ല ഗുണമാണ് കേട്ടോ. ഇനി ചൊറിച്ചിലൊന്നുമില്ല, പുളിയൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഓർത്തു ഇത് വെച്ചൊരു തോരൻ വെക്കാമെന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് ചേമ്പുതലിൻ്റെ അടിഭാഗമാണ് അങ്ങോട്ട് അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്യണം. ഒന്ന് കുറച്ച് കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതും കൊണ്ടൊരു തോരൻ. ഇരയെല്ലാം കണ്ടിച്ച് കളഞ്ഞു. ഇത് മാത്രം മതി നമുക്ക് തോരനൊക്കെ. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മളിങ്ങനെ എല്ലാം എടുത്ത് കളയും. അപ്പം ഇതുപോലെ കുരുകുരാന്ന് അരിയണം കേട്ടോ. ശരിക്കും ഞാനല്ല കേട്ടോ, ഇത് മമ്മി അരിഞ്ഞ കേട്ടോ. ഇത് നമുക്കിനി തോരൻ വെക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ്: പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ വേണം, പിന്നെ സവാള കൊത്തി അരിഞ്ഞത്. പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. ഇങ്ങനത്തെ ചെറിയ കടുക് ഇടണം. കടുക് ഇട്ടു. ഇനി കടുകെല്ലാം പൊട്ടി വരട്ടെ. നമ്മൾ ആദ്യം അതിൻ്റെ സവാള ഇടുക. പിന്നെ അതിനകത്ത് പച്ചമുളക്. ഇനി ചെറുതായിട്ടൊന്നും തിളക്കാം. തേങ്ങയിട്ട് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ പൊടി ഇടുവാണെങ്കിൽ എല്ലാം കപ്പയിൽ പിടിക്കും. അതുകൊണ്ട് ഇപ്പം ലേശം ഉപ്പിട്ടു. ഈ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇറക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച താഴെ ഇട്ടാം. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞു വെച്ച ഫുള്ളും ചെമ്മിൻ്റെ ഇത് ഇടാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി വിടാം. നമുക്ക് ചെറിയ തീയിൽ, ഇത് വെള്ളമൊന്നും ചേർക്കണ്ട, ചെറിയ തീയിൽ ചെറുതായിട്ട് മൂടി വെക്കാം നമുക്ക്. ഇനി അവർക്കിടുന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ലേശം ശകലം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇനി വാങ്ങി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ഞാനിന്ന് പുറത്തോട്ടുള്ള പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞുള്ള ഒരു ചെറിയൊരു വെയിലാട്ടോ. അങ്ങനെ ഞാൻ പുറത്തൊക്കെ പോയി ഇപ്പം വന്ന് കയറിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മേതക്കുട്ടിയെ മമ്മി ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത്. അപ്പം മമ്മിയുടെ കാര്യത്തിൽ തീരുമാനമായി. മമ്മി പെട്ടുപോയി കേട്ടോ. രണ്ടുപേരും മമ്മിയുടെ കയ്യിലായിപ്പോയി. അതും ഉണ്ടായിരുന്നു, ഇവളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം തിരക്കായിപ്പോയി. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള 18ാമത്തെ അടവാണ് കേട്ടോ. വൈകുന്നേരം ചായയും കുടിച്ച്, ഇതാണെങ്കിൽ ഒരു ദിവസം ഉള്ളിവട കേട്ടോ. ഇത് പിന്നെ ഉഴുന്നുവട. അപ്പോൾ ഇത് കുടിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം. ഇത് സംഭവം സൂപ്പർ കേട്ടോ. ഇതെന്തോ തന്നെ ഉള്ളിവടയല്ല, വേറെ എന്താ സവാളയും കൊണ്ടുള്ള ഒരു ഐറ്റം കേട്ടോ. എന്തായാലും സൂപ്പർ കേട്ടോ. നല്ല കരിയില കേട്ടോ, കാരണം ഇന്ന് മഴയായിരുന്നു കേട്ടോ. അപ്പം മധുക്കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുവാണേ. അപ്പോൾ ചേട്ടൻ കുട്ടിപ്പട്ടാളങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ചേട്ടൻ കയറ്റി കടിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.